കോഴിക്കോട് നാദാപുരം വളയത്ത് 16-കാരിയെ പീഡിപ്പിച്ച പിതാവിനെതിരെ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തു. 2023 മുതൽ പെൺകുട്ടിയെ തുടർച്ചയായി ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് കേസ്. കഴിഞ്ഞ ദിവസം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയ കുട്ടി ഡോക്ടറോടാണ് പിതാവിൽ നിന്നുള്ള ദുരനുഭവം പറഞ്ഞത്. ഇംതിയാസ്, എത്ര നാൾ പീഡനം ഏൽക്കേണ്ടി വന്നിരിക്കുന്നു കുട്ടിക്ക്? ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്നാണ്. പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നാദാപുരം വളയത്തുള്ള 16-കാരിക്കാണ് ഈ സ്വന്തം അച്ഛനിൽ നിന്ന് ഇങ്ങനെയൊരു ദുരനുഭവം, മോശം പെരുമാറ്റമൊക്കെ ഉണ്ടായിട്ടുള്ളത്, അനുഭവപ്പെട്ടിട്ടുള്ളത്. കുട്ടി ക്ഷീണതയാവുകയും ആ രീതിയിൽ ചില പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് കഴിഞ്ഞ ദിവസം അവിടെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചിരുന്നു, കൗൺസിലിംഗിന് വിധേയമാക്കുകയും ചെയ്തിരുന്നു. ആ സാഹചര്യത്തിലാണ് ഡോക്ടറോട് കുട്ടി ഇങ്ങനെയൊരു സംഭവം പറയുന്നത്. അച്ഛൻ 2023 അച്ഛൻ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു എന്ന കാര്യം പറയുന്നത്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ പോലീസിനെ അറിയിക്കുകയും പോലീസ് അതിൽ പോക്സോ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയുമാണ് ചെയ്തത്. 2 വർഷത്തോളം ആ കുട്ടി പീഡനത്തിന് ഈ രീതിയിൽ ഇരയായി എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ഇപ്പോൾ ഈ കുട്ടിയുടെ പിതാവ് ഇപ്പോൾ വിദേശത്താണുള്ളത്. വിദേശത്തേക്ക് ജോലി ആവശ്യത്തിനായിട്ട് വിദേശത്തേക്ക് പോയതാണ്. ആ രീതിയിൽ ഇനി ഒരുപക്ഷെ ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് വിളിച്ചുവരുത്തുകയോ മറ്റോ ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. ആ രീതിയിലുള്ള നടപടികൾ ഉണ്ടാവുമെന്നും അറിയുന്നു. ഈ കുട്ടിയുടെ മാനസികാവസ്ഥ ശരിയാക്കാനുള്ള കൗൺസിലിംഗ് അടക്കമുള്ള നടപടികളും അവിടെ പുരോഗമിക്കുകയാണ്. പ്രജീഷ്. ശരി, ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.